ഹായ് മക്കളെ, IUQ എക്സാംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോപ്പിക് വൈസ് ആയിട്ട് അതും ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽറ്റി ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ്. അപ്പോൾ അതിൽ ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 2 പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ 3rd പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്തും എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന ആൻസറിലേക്ക് നോക്കാതെ ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് നിർത്തുക, ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കാം. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലാസ്സിൽ. അതായത് എന്താണ്, നമ്മൾ ഈ എക്സാം IUQ ഒളിമ്പിയാഡ് എക്സാംസിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്കൂളിൽ പോയിട്ട് ഒരു ഫോർമുല പഠിച്ചു, അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ പഠിച്ചു, ടെക്നിക്ക് പഠിച്ചു ചെയ്തു, അതേപോലെ സ്കൂളിൽ നടക്കും. ഒളിമ്പിയാഡ് എക്സാംസിൽ അതല്ല പരിപാടി. എന്താണ്, നമുക്ക് തിങ്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു കപ്പാസിറ്റിയാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കപ്പാസിറ്റി, നമ്മൾ ഒരു തിങ്കിങ് കാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്ന സമയത്ത് അങ്ങനെ ശീലിക്കണം. അതായത് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും ഇതിന്റെ ടെക്നിക്ക് കാര്യങ്ങളൊക്കെ പറയും. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാൻ തോന്നിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻസ് ഒന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും സെയിം ക്വസ്റ്റ്യൻ ഒന്നും റിപ്പീറ്റേഷൻ വരുമോ, വളരെ റയറാണ് റിപ്പീറ്റേഷൻ വരുന്നത് തന്നെ പറയാം. റിപ്പീറ്റേഷൻ വരില്ല എന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ കിട്ടും, ഈ പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇതിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ പല ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക, ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഓർഡേർഡ് ട്രിപ്പിൾസ് XYZ ഓഫ് റിയൽ നമ്പേഴ്സ് ദാറ്റ് സാറ്റിസ്ഫൈ ദി സിസ്റ്റം X + Y + Z. അതായത് നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താണ്, എത്ര ഓർഡേർഡ് ട്രിപ്പിൾസ് XYZ എന്ന് പറയുന്ന എത്ര ഓർഡേർഡ് ട്രിപ്പിൾസ് ഉണ്ട്, എന്താ കണ്ടീഷൻ? ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. X + Y + Z 7 ആയിരിക്കണം, X² + Y² + Z² 27 ആയിരിക്കണം, XYZ എന്തായിരിക്കണം, 5 ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര XYZ ഉണ്ടെന്നുള്ള രീതിയിൽ X, Y, Z. അത് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ആ ഇക്വേഷൻ ഒന്ന് നോക്കുകയാണ്. അതായത് X + Y + Z = 7. പിന്നെ അടുത്ത് X² + Y² + Z² 27 ആണ്. പിന്നെ XYZ = 5 ആണ്. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് X, Y, Z. എക്സും വൈൻ്റെയും സെറ്റിൻ്റെയും വാല്യൂസ്, എക്സും വൈയും സെറ്റും എന്താണെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടൊരു സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് വന്നത് ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. അതായത് മാത്സിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് മക്കൾ എത്ര ഉള്ളൂ, X + Y + Z വാല്യൂ നമുക്കറിയാം, XY + YZ + ZX വാല്യൂ നമുക്കറിയാം, XYZ വാല്യൂ. അതായത് ശ്രദ്ധിക്കണം, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തേക്ക്. അത് ഡിലീറ്റ് ചെയ്തേക്കുന്നല്ല, തൽക്കാലം നമുക്ക് ഈ റെഡിന്റെ താഴെയുള്ള കാര്യങ്ങൾ മാത്രം തൽക്കാലം ഇപ്പൊ ശ്രദ്ധിക്കാം. ഓക്കെ, അതായത് മാത്സിൽ ഒരു ബ്യൂട്ടിഫുൾ ടെക്നിക്ക് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അതായത് X + Y + Z വാല്യൂ എന്താ നിങ്ങൾക്ക് അറിയാം, XY + YZ ZX വാല്യൂ എന്താണെന്ന് അറിയാം, XYZ വാല്യൂ എന്താ നിങ്ങൾക്ക് അറിയാം. ഈ 3 വാല്യൂസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, X, Y, Xന്റെ വാല്യൂ എന്താ കണ്ടുപിടിക്കാൻ പറ്റും, വൈൻ്റെ വാല്യൂ എന്താ കണ്ടുപിടിക്കാൻ പറ്റും, സെറ്റിന്റെ വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക്, മാത്തമാറ്റിക്കൽ ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക, ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സും വൈയും സെറ്റും കണ്ടുപിടിക്കാൻ പറ്റും. കോയി ബാത്ത് നഹി, നോ ഇഷ്യൂ അല്ലേ. അപ്പൊ അങ്ങനെ നോക്കുന്ന വ്യക്തി ഈ 3 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇയാൾ നമ്മൾ എടുത്തുണ്ടോ, ഉണ്ട്. ആരോടെ, ഇയാളുണ്ട്. ഇയാളുണ്ടോ, ഇല്ല. ഓക്കെ, XYZ ഉണ്ടോ, XYZ ഉണ്ട്. ഓക്കെ, അതായത് ഇല്ലാത്ത ആളാരാണ്, XY + YZ + ZX ആണ്. ആ XY + YZ + ZX നോക്കണം. XY + YZ + ZX ഇയാളെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ എക്സും വൈയും സെറ്റിന്റെയും വാല്യൂയിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ്, അതായത് നമ്മളെ കയ്യിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്, ഈ 3 ഇക്വേഷൻസ് ആണുള്ളത്. അപ്പൊ ഈ 3 ഇക്വേഷന് അതേപോലെ ഇവിടെ ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഫോർമുല ഉണ്ടോ ഇല്ല എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ വരേണ്ടത്. അങ്ങനെ ഫോർമുല ഉണ്ടോ, അതായത് ഈ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതാണ്. ഈ അറിയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് അറിയാത്ത ആളെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെ അറിയുന്ന ആൾക്കാരെ ഉപയോഗിച്ച് അറിയാത്ത ആൾക്കാരെ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല, അവരെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല വേണം. അങ്ങനെ ഉണ്ടോ, ഫോർമുല ഉണ്ടോ, ഉണ്ട്. ഏതാ ഫോർമുല, ഏതാണ്, ഇതാണ് ഫോർമുല. അതായത് X + Y + Z ഹോൾ² എന്ന് പറഞ്ഞാൽ എന്താണ്, X² + Y² + Z² + 2 ബ്രാക്കറ്റിൽ XY + YZ + ZX ആണ്. മക്കളെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പഠിക്കുക. നിങ്ങൾ X + Y ഹോൾ² എന്താണെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ പറ്റും. X² + Y² + 2XY ആണ്. ഇത് X + Y + Z ഹോൾ² ആണെങ്കിൽ ഇതാണ് ഫോർമുല. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഏത്, ഈ X + Y + Z ഉണ്ട്,
പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഉണ്ട്. ഈ XY+YZ, അതായത് ഈ രണ്ട് ഇക്വേഷനെയും ഇതും കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല, അതാണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത്. അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ടെങ്കിൽ എന്താ ഉപകാരം? നമുക്കത് സോൾവ് ചെയ്തിട്ട് ആ XY+YZ+ZXന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യുന്ന ഫോർമുല ഉണ്ടോ? ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. X+Y+Z ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് X+Y+Z എന്താണെന്ന് എല്ലാവർക്കും അറിയാം, 7 ആണ്. അപ്പോൾ 7ന്റെ സ്ക്വയർ എന്താണ്? ഇവിടെ എന്താണ്? 49 ആണ്. കാരണം ഇത് 7 ആണ്, അപ്പോൾ അതിന്റെ സ്ക്വയർ എന്താ വരിക? 49. പിന്നെ X²+Y²+Z² എന്താണ്? 27 ആണ്. അവർ തന്നിട്ടുണ്ടല്ലോ, 27 ആണ്. പ്ലസ് 2 ഇൻറ്റു ഈ സാധനം. ഏതാ സാധനം? XY+YZ+ZX എന്നുള്ള ആ സാധനം. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഈ 27 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ്? -27 ആവും. അപ്പോൾ 49 - 27 എന്നാ വരിക. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആ സാധനം. ഓക്കെ, ഇതെത്ര വരിക? ഇത് 22 അല്ലട വരിക. 22 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആ സാധനം. ഈ ആ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സാധനമാണ് ഈ സാധനം. ഞാനത് എഴുതിയില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന മതി. ഇവിടെ ബേസിക്കലി 2 ഇൻറ്റു ആ 2 ഇൻറ്റു എന്നുള്ള ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് വരും? ഡിവൈഡ് ആവും. 22/2 എന്തായിട്ട് വരും? 11 ആയിട്ട് വരും. അപ്പോൾ ഇവിടെ എന്തായിട്ട് വന്നു? 11 ഈസ് ഈക്വൽ ടു എന്തെന്ന് വന്നു? XY+YZ+ZX എന്ന് വന്നു. എടാ, ഞാൻ ഇതൊക്കെ തുടങ്ങിയത് എന്ത് പറഞ്ഞിട്ടാണ്? ഈ 3 ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ 3 ആൾക്കാരുടെയും വാല്യൂ കണ്ടുപിടിച്ചു. ലൈക്ക് ഇതിന്റെ വാല്യൂ എന്താണ്? നമുക്കറിയാം 7 ആണ്. ഇതിന്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 11 ആണ്. ഇതിന്റെ വാല്യൂ എന്താണ്? 5 ആണ്. സാറേ, ഈ 3 വാല്യൂസും കണ്ടുപിടിച്ച് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ X, Y, Z കണ്ടുപിടിക്കാം? ഈസിയാണ്, മെത്തേഡ് ഉണ്ട്, ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, നോക്ക്. ഇതാ ഈ ഇക്വേഷൻസ് ഞാൻ അവിടെ എഴുതി. ഇപ്പം ഇതിൽ നിന്ന് എക്സിൻ്റെയും വൈയുടെയും സെറ്റിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ 2 സ്റ്റെപ്പാണ്. 2 സ്റ്റെപ്പ് വളരെ ഈസിയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഇത്രേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ജനറൽ മെത്തേഡ് കേട്ടോ പറയുന്നത്. ജനറൽ മെത്തേഡ് പറഞ്ഞിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ മെത്തേഡിലേക്ക് വരാം. നിങ്ങൾ സ്റ്റെപ്പ് 1 ഇത്രേ ഉള്ളൂ. ആദ്യത്തെ ആളെ നിങ്ങൾ എന്ത് വിളിക്കണം? P എന്ന് വിളിക്കണം. രണ്ടാമത്തെ ആളെ Q എന്ന് വിളിക്കണം. മൂന്നാമത്തെ ആളെ എന്ത് വിളിക്കണം? R എന്ന് വിളിക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ച് P എന്താ, Q എന്താ, R എന്താന്നൊക്കെ നമുക്കറിയാം. നമ്മളെ സംബന്ധിച്ച് P എന്താണ്? 7 ആണ്. Q എന്താണ്? 11 ആണ്. R എന്താണ്? 5 ആണ്. ഒരു ബുദ്ധിമുട്ടില്ല, ആർക്കും ബുദ്ധിമുട്ടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴേ സ്റ്റെപ്പ് 1 ഇതാണ്. എന്ത്? ഇവരെല്ലാവരും PQR, അത് ആ ഓർഡറിൽ തന്നെ വിളിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത്രേ ഉള്ളൂ. നമ്മളൊരു ഇക്വേഷൻ ഇതാണ്, ഒരു ക്യൂബിക് ഇക്വേഷൻ ഇതാണ്. ക്യൂബിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ T³ - P × T² പ്ലസ് Q × T - R ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. അതായത് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി. ആദ്യം PQR എന്ന് കൊടുത്തു. എന്നിട്ട് സ്റ്റെപ്പ് 2 എന്താണ്? ഇങ്ങനെ എഴുതി. അതായത് ഒരു ക്യൂബിക് ഇക്വേഷൻ എഴുതുക. ക്യൂബിക് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഈ ഒരു ഫോർമാറ്റിൽ ചിലപ്പം ഇത് ആദ്യമായിട്ട് കാണുന്നത് ബൈഹാർട്ടായിട്ട് പഠിക്കണം. അതായത് ഒരു ക്യൂബിക് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ്? T³ - P T² പ്ലസ് Q × T - R. അതെപ്പോഴും ആ രീതിയിൽ തന്നെ വരുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇനി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ആ എക്സിന്റെയും വൈയുടെയും സെറ്റിന്റെയും വാല്യൂ ആയിരിക്കും. അപ്പോൾ മക്കളെ 2 സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? X+Y+Z, XY+YZ+ZX, XYZ, ഈ 3 ആൾക്കാരുടെ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ PQR എന്നുള്ള പേരിട്ട് വിളിക്കും. PQR. ആ Pയും QR എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ Qന്റെ വാല്യൂ ഒക്കെ നേരത്തെ കണ്ടുപിടിച്ചത്. ഓക്കെ, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. നിങ്ങൾ ഇത്ര സമയം എടുക്കരുത്, പെട്ടെന്ന് ചെയ്ത് പോകണം. ചെയ്ത് പ്രാക്ടീസ് ആയാലും ഇത്ര സമയം എടുക്കില്ല, വേറെ കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുന്ന പറ്റി ഇവിടെ P എന്താ, Q എന്ന് ഞാൻ പറഞ്ഞു. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? എക്സും വൈയും സെറ്റും ആയിരിക്കും. ഈ T എപ്പോഴും T തന്നെ എടുക്കണമെന്നില്ല, വേറെ ഏത് ലെറ്റർ വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ എക്സും വൈ ഒക്കെ ഓൾറെഡി എടുത്തതുകൊണ്ടാണ് ഞാൻ ക്യൂബിക് ഇക്വേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് Tയിൽ എഴുതുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് ലെറ്ററും കൊടുക്കാം. പക്ഷേ ഈ ഓർഡറിൽ ഈ T² കോഎഫിഷ്യന്റ് -P ആയിരിക്കണം, Tന്റെ കോഎഫിഷ്യന്റ് Q ആയിരിക്കണം. ആ രീതിയിൽ തന്നെ വരണം. ഞാൻ പറഞ്ഞത്രേ. നിങ്ങൾക്ക് വേണമെങ്കിൽ A³ - PA² PQA ഇങ്ങനെയൊക്കെ കൊടുക്കാം. T തന്നെ കൊടുക്കണം എന്നില്ല. ആ ഇക്വേഷൻ ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ആ എക്സും വൈയും സെറ്റും ആയിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതെന്താ ഇക്വേഷൻ? T³ - 7T² പ്ലസ് Q എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11T - R എന്ന് പറഞ്ഞാൽ എത്രയാണ്? -5. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? നിങ്ങളോട് ഞാൻ പറഞ്ഞു, XYZ ആയിരിക്കും. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ, ഏതെങ്കിലും ഒരു റൂട്ട് അറിയാമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ സോൾവ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ല മെത്തേഡ് ഒരു ക്യൂബിക് ഇക്വേഷൻ സോൾവ് ആവുന്ന വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്.
0 -1 1 അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തിട്ട് ഏതാണ് സാറ്റിസ്ഫൈ ആവുക എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ടിക്ക് ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 0 വരും, ഇതും 0, കാരണം 7 × 0² 0 വരും, ഇത് 0, ഇത് 0, ഇതും 0. പിന്നെ -5 = 0 വരുമോ? ഇല്ല, അത് സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പോൾ t = 0 എന്നുള്ളത് സാറ്റിസ്ഫൈ ആവില്ല. ഈ t = 1 കൊടുക്കുകയാണെങ്കിലോ, t = 1 കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? 1³ -7 × 1² + 11 × 1 -5. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? 1 - 7 + 11 - 5. ഇത് കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ -6 + 11 5, 5 - 5 കറക്റ്റ് എന്ത് വരും? 0 വരും. വിച്ച് മീൻസ് എന്താണ്? t = 1 എന്ന് പറയുന്ന ഒരു വാല്യൂ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താ മക്കളെ? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ t = 1 എന്താണ്? കറക്റ്റ് ആണ്. t = 1 എന്താണ്? കറക്റ്റ് ആണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്തേ ഒരു സൊല്യൂഷൻ കിട്ടി, t = 1. അപ്പം ബാക്കിയുള്ളത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി എന്ന് പറയാം. അതായത് t = 1 ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ടാണെങ്കിൽ മനസ്സിലാക്കുക, t - 1 എന്ന് പറയുന്ന ആൾ അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഇപ്പം t = 2 ആണെങ്കിൽ t - 2 അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. t = 4 ആണെങ്കിൽ t - 4 ഒരു ഫാക്ടർ ആയിരിക്കും. അതായത് ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഇത് t - 1 × വേറെ എന്തോ ഒരു ഇക്വേഷൻ എന്നുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആളെ കിട്ടാനേ ഒന്നും ബുദ്ധിമുട്ടില്ല. എന്ത് ചെയ്താൽ മതി? ഈ വലിയ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? t - 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താ വരിക? t³ - 7t² + 11t - 5. എടാ ഇതൊന്നുമില്ല, സംഭവം എന്താ പറയുക? ഇതിപ്പോൾ 20 ആണെങ്കിൽ 20 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × ഡാഷ് എന്നാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഈ ഡാഷ് കിട്ടാൻ വേണ്ടി 20/4 അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാറ്? അതേപോലെ ഈ ഡാഷിലുള്ള ആളെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ സാധനം ഡിവൈഡ് ബൈ ഈ സാധനം, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ എന്താ വരിക? ഇതിനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാണ്. എന്തിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? t - 1 കൊണ്ട്. ലോങ് ഡിവിഷൻ പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിൽ? ഒളിമ്പ്യാഡ് എക്സാംസിലൊക്കെ, വലിയ ക്ലാസ്സിലൊക്കെ എത്തിയാലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ t³ ഈ രണ്ട് എൻഡിലുള്ള ആളെ പിടിക്കുക, അതാണുള്ള പരിപാടി. ഈ t³ t കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? t². ഓക്കെ, ഇനി t² ഇത് ഇങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. അപ്പോൾ എന്താ വരിക? t² എന്ന് പറയുമ്പോൾ t³, ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -t². രണ്ടും സബ്ട്രാക്ട് ചെയ്യുക. t³ സബ്ട്രാക്ട് ചെയ്താൽ 0. ഓക്കെ, ഇനി -7t² - -t², സബ്ട്രാക്ഷൻ ആണല്ലോ. -7t ഇത് ശരിക്കും എന്താണ്? -7t² - -t² ആണത്. അതെന്താ വരിക? -7t² + t² എന്നാ വരിക. അതെന്താ വരിക? -6t² എന്ന് വരിക. പറഞ്ഞ ബുദ്ധിമുട്ടില്ലല്ലോ. മൈനസ് ചെയ്യുന്ന സമയത്ത് അവിടെ മൈനസ് ഓഫ് മൈനസ് വരും, കാരണം ഓൾറെഡി താഴത്ത് എന്തുണ്ട്? മൈനസ് ഉണ്ട്. അപ്പോൾ എന്താ വരിക? -6t² ആണ് ഇവിടെ വരിക. നമുക്ക് -6t², പിന്നെ ഇവിടെ ബാക്കി ആരും കൂടി ഉണ്ടാവും +11t, പിന്നെ -11t അല്ല ഉണ്ടാവുക അല്ലേ? 11t അല്ല ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരും. 11t - 5 ഒന്നും ഉണ്ടാവും അല്ലേ? -5 കൂടി ഉണ്ടാവും. ഇനി ഇങ്ങനെ നോക്കുന്ന സമയത്തേ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കുക, ഇവിടെ -6t² ഉണ്ട്, t ഉണ്ട്. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കിട്ടുക -6t² t ഡിവൈഡ് ചെയ്ത് എന്താ വരിക? -60 ആണ് വരിക. -60 ആണ് വരിക. അപ്പോൾ -6t², പിന്നെ വീണ്ടും ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് എത്ര വരിക? ഇത് രണ്ടും കൂടി ഡിവൈഡ് പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ -60t², ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? -60 × -1 ആണ് അത്ര വരിക, +60 എന്നാണ് വരിക. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഒന്നുമില്ലടാ, ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇയാളെയും ചെയ്തു. ഈ രണ്ടാമത്തെ ആൾ എടുക്കുമ്പോൾ ഇയാളെയും ചെയ്യും. -60 വെച്ച് ചെയ്യും. അപ്പോൾ ഇയാളെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -60², ഇയാളെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -60 × -1 എന്ന് പറയുമ്പോൾ +60 എന്ന് വരും. ഇത് നേരത്തെ ചെയ്തു അതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ വരികയാണ്. ഇത് രണ്ടും -60 സബ്ട്രാക്ട് ചെയ്താൽ 0 വരും. പിന്നെ 11t 60 സബ്ട്രാക്ട് ചെയ്താൽ 5t എന്ന് വരും. അപ്പോൾ 5t - 5 എന്ന് വരും. ഇപ്പോൾ 5t - 5 എന്ന് വന്നാൽ പിന്നെ വളരെ സിമ്പിളാണ്. ഇവിടെ 5t ഉണ്ട്, ഇവിടെ t ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? 5 അല്ലേ വരിക? 5 ആണ് വരിക. അപ്പോൾ +5 എന്ന് കൊടുക്കും. അപ്പോൾ 5 എന്ന് കൊടുത്താൽ 5t - 5 അല്ലെങ്കിൽ എന്ത് വരും? 0 എന്ന് വരും. അപ്പോൾ പരിപാടി കഴിഞ്ഞു. അപ്പോൾ കറക്റ്റ് ഡിവിസിബിൾ ആണ്. ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഏതാണ്? t² - 60 + 5 ആണ്. എന്താണ്? t² - 60 + 5 ആണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന വിധി ഇത് കിട്ടി. ഇതിൻ്റെ ഒരു ആൻസർ നമുക്ക് കിട്ടി. t² - 60 + 5 ആണ്. പിന്നെ ഇത് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാതെ നിൽക്കരുത്. t - 1 ഇത് ഫാക്ടറൈസ് ചെയ്യാൻ എന്താ ആലോചിച്ചാൽ മതി? രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 5ഉം കിട്ടണം, ആഡ് ചെയ്താൽ -6ഉം കിട്ടണം. അങ്ങനെ ഏതാ നമ്പേഴ്സ്? ഈസി അല്ലേ? -1ഉം -5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ ഏതാണ്? -1ഉം -5ഉം എടുക്കുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഏതാണ്? 5 ആണ്. ആഡ് ചെയ്താൽ ഏതാണ്? -6 ആണ്. -1ഉം -5ഉം -1ഉം -5 ആണെങ്കിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? t - 1 t - 5. ഇതെന്താണോ സൈന് അത് അതുപോലെ താഴത്തേക്ക് കൊടുത്താൽ മതി. -5 ആണെങ്കിൽ അതേപോലെ താഴത്തേക്ക് കൊടുക്കുക.
അപ്പോൾ ഇവിടെ എന്താ വരിക, t-1 ഇൻറ്റു t-5 ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ ആണല്ലോ, ഓക്കെ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ t-1 ഹോൾ സ്ക്വയർ ഇൻറ്റു t-5 ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് 0 കിട്ടണമെങ്കിൽ ആദ്യത്തെ ആളും 0 ആവാം, രണ്ടാമത്തെ ആളും 0 ആവാം. അല്ലെങ്കിൽ അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇയാൾ 0 ആയാലും ഓക്കെയാണ്, ഇയാൾ 0 ആയാലും ഓക്കെയാണ്. അപ്പോൾ t-1 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, t-1 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, t ഈക്വൽ ടു 1 ആണ്. ഇനി t-5 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, t ഈക്വൽ ടു 5 ആണ്. അതായത് ബേസിക്കലി ഇവിടെ എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും, ഒരു ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ 3 സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ 3 സൊല്യൂഷൻ ഉണ്ടോ, 2 സൊല്യൂഷനേ ഉള്ളൂ, അല്ല, അങ്ങനെയല്ല പരിപാടി. അതെന്താ വെച്ചാൽ ഇവിടെ സ്ക്വയർ ആണെങ്കിൽ അവിടെ റിപ്പീറ്റഡ് റൂട്ട്സ് ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം. ഇപ്പോൾ ക്യൂബ് ആണെങ്കിൽ 3 റൂട്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ t-1 ഈക്വൽ 0 എടുക്കുമ്പോൾ ഒരു റൂട്ടേ കിട്ടുന്നുള്ളൂ. സ്റ്റിൽ അവിടെ എന്തുണ്ട്, സ്ക്വയർ ആയതുകൊണ്ട് 1,1 എന്ന് എഴുതണം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എഴുതുന്ന സമയത്ത് എന്താണ്, ഇത് 1 എന്ന് എഴുതിയാൽ പോരാ, 1,1 എന്ന് എഴുതണം. 2 1 ഉണ്ടാവും. പിന്നെ വേറെ ഏത് സാറ്റിസ്ഫൈ ആവുന്നത്, ഇവിടെ 5 ഉണ്ടല്ലോ, അപ്പോൾ അത് 5 തന്നെ കൊടുക്കാം, ഇത് 5 ആയിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ ടീൻ്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് കിട്ടി, ടീൻ്റെ വാല്യൂസ് 1 1 5 എന്തൊക്കെയാണ്, 1 പോസിബിൾ ആണ്, വീണ്ടും 1 കൊടുക്കണം. 3 ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ സംഭവം 1 2 വട്ടം പറഞ്ഞാലും 1 തന്നെയാണ്, അത് എനിക്കറിയാം. പക്ഷേ ക്യൂബിക് ഇക്വേഷൻ ആകുമ്പോൾ 3 റൂട്ട്സ് ഉണ്ടാവും. 3 റൂട്ട്സ് ഉണ്ടാവുന്ന സമയത്ത് ഇത് റിപ്പീറ്റഡ് റൂട്ട്സ് ആണെന്നുള്ളതാണ് മാത്സിലുള്ള ലോജിക്ക്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ആര്, ഞാൻ പറഞ്ഞു ആദ്യം PQR എന്ന് പേര് കൊടുക്കുക, പിന്നെ ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഐഡിയ ഈ ഒരു ഐഡിയ ഏത് ഐഡിയ, ഇത് ഇവിടെ ഞാനൊരു കാര്യം പറയില്ലേ, ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആക്കി മാറ്റുക. ഈ ക്യൂബിക് ഇക്വേഷൻ ആക്കി മാറ്റിയതിന് ശേഷം അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളൊന്ന് സോൾവ് ചെയ്യുക, അതായത് ഈ ഇക്വേഷൻ കൊടുക്കുക, എന്നിട്ട് അതൊന്ന് സോൾവ് ചെയ്യുക, എന്നിട്ട് ടീൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ആ വാല്യൂസ് ആയിരിക്കും എന്ത് മക്കളെ, x, y, z. പഠിച്ചോ? അതാണ് മെത്തേഡ്. മെത്തേഡ് എന്താണ്, ഈ കിട്ടിയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും എന്ത്, x, y, z. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. x, y, z ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് 1,1,5 എന്നുള്ളത്. ശരിക്കും ഇതിൻ്റെ ഉത്തരം x, y, z എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതാണ്, ഇതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് 1,1,5 ആണ് അല്ലേ. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്, കറക്റ്റാണ്, നമ്മൾ കണ്ടുപിടിച്ചൊക്കെ കറക്റ്റാണ്. ഇത് നമ്പർ ഓഫ് ഓർഡർ ട്രിപ്പിൾസ്, ഇതിന് എത്ര ഓർഡർ ട്രിപ്പിൾസ് പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുന്ന മതി, നോക്ക്, ഇതാണല്ലോ നമ്മളുടെ ഇക്വേഷൻ, ഇതാണല്ലോ നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ 1,1,5 മാത്രമാണോ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിപ്പോൾ 1,1,5 മാത്രമാണോ പറ്റുക? ഇതിപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് 1,1,5 പറ്റും, ശരിയാണ്. ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്, എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെയും വാല്യൂസ് ആണ്. ഈ ടി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഇവിടെ എക്സ് വൈ സെഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൽ ഈ x, z, y, z 1,1,5 മാത്രമാണോ പറ്റുക? നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് ഇങ്ങനെ എഴുതി കൂടെ, 1,5,1 എന്ന് എഴുതി കൂടെ. എന്താ കാരണം എന്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ഇവിടെ 1 1 5 അത് 7 ആണ്, ശരിയാണ്. ഇതിപ്പോൾ വേണമെങ്കിൽ വേറെ ആൾക്ക് 1 5 1 ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് അല്ലേ. 1 + 5 + 1 എന്താണ്, 7 ആണ്. അത് താഴത്തെ ഇക്വേഷനിലും ഇവിടെ താഴെയുള്ള ഇക്വേഷനിലും ഒക്കെ അത് നിങ്ങളൊന്ന് 5 ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നില്ല, അത് ഒരു എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ആൻസറിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് എഫക്റ്റ് ചെയ്യാത്തത്? കാരണം ഇതൊരു സിമ്മട്രിക് ഇക്വേഷൻ ആണ്. സിമ്മട്രിക് ഇക്വേഷൻ ആണെങ്കിൽ നിങ്ങൾ ആ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മാറ്റം വരാം. എന്താ സിമ്മട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? സിമ്മട്രിക് ഇക്വേഷൻ വളരെ ഈസിയാണ്. ലൈക്ക് ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നോക്കുമ്പോൾ തന്നെ ഒരു സിമ്മട്രി ഇല്ല ഇതിൽ. ഓക്കെ, x + y + z ഒരു സിമ്മട്രി. അല്ലാതെ ഇതിപ്പോൾ x² + y + z എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു സിമ്മട്രി ഇല്ല, ഉണ്ടോ? അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു സിമ്മട്രി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പം അതല്ലാതെ വേറെ രീതിയിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് സിമ്മട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 വാല്യൂസ് നിങ്ങൾ ഇന്റർചേഞ്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ ഒരു മാറ്റം വരില്ല. ഇപ്പോൾ ഈ 2 വാല്യൂസ് എക്സും വൈയും എടുക്കുകയാണെങ്കിൽ അത് വൈയും എക്സും ആക്കി നിന്നിരിക്കുക, ഈ ഇക്വേഷനിൽ മാറ്റം വരുന്നുണ്ടോ? y + x + z 2 വേരിയബിൾസ് മാറ്റം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഇക്വേഷൻസ് ആണ് എന്ത്, സിമ്മട്രിക് ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിലും അതന്നെ, ഈ എക്സ് വൈ ഉള്ളത് വൈയും എക്സും ആക്കി നിരച്ചിട്ട് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഇപ്പോൾ വൈയും സെഡ് ഉള്ള സെഡ് വൈ ആക്കി നിരച്ചിട്ട് മാറ്റം വരുന്നുണ്ടോ? ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വൈയും എക്സും, അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ സിമ്മട്രിക് ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ എന്ത് മനസ്സിലാക്കാം, 2 വേരിയബിൾസ് മാറ്റം വരുത്തിയാൽ മാറ്റം വരുന്നില്ലെങ്കിൽ എന്താണ്, ഇറ്റ്സ് ഓക്കെ സിമ്മട്രിക്. അതായത് അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് 115 എടുക്കാം, 151 എടുക്കാം. ഇനി വേറെ ഏതെങ്കിലും എടുക്കാൻ പറ്റുമോ? എടാ 511 എടുക്കാൻ പറ്റും. ഏതാണ്? 5,1,1. ഇത്രയും കേസസ്, 3 കേസസ് ആണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഈ 3 കേസസ് നിങ്ങൾ എടുത്താലും ഈ 3 ഇക്വേഷൻ എന്തായിട്ട് വരും,
അതായത് ക്വസ്റ്റിന് തന്നിട്ടുള്ള ഈ 3 ഇക്വേഷൻ ഉണ്ടല്ലോ, എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് വൈ സെറ്റ് എന്തായിട്ട് വരും? സാറ്റിസ്ഫൈഡ് ആയിട്ട് വരും. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആയിട്ട് വരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ ചെയ്ത്, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ 3 ഫൈൻഡ് ദി നമ്പർ ഓഫ് ഓർഡർ ട്രിപ്പിൾസ്. എത്ര ഓർഡർ ട്രിപ്പിൾസ് ഉണ്ട്? 3 ട്രിപ്പിൾസ് ആണല്ലോ കേട്ടോ മക്കളെ. ഏതൊക്കെയാണ് ട്രിപ്പിൾസ്? ഈ 3 എണ്ണമാണ് അത് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 എണ്ണം നമ്മൾ എക്സും വൈ സെറ്റിന്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ബി സി ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് എ പ്ലസ് ബി മൈനസ് 5 ഹോൾ സ്ക്വയർ, അത് 3 ഇക്വേഷൻ തന്നു. എന്നിട്ട് അതിന്റെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബിന്റെ വാല്യൂ എന്താണുള്ളത്? എടാ ശ്രദ്ധിക്കും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഈ ഒരു ഐഡിയ നിങ്ങളിപ്പം പല ക്വസ്റ്റ്യൻസിലും, ഇപ്പം ജെയിൻ്റെ ക്വസ്റ്റ്യൻസിലാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള പി ജിയുടെ എൻട്രൻസ് എക്സാം എഴുതുകയാണെങ്കിൽ പോലും ഈ ഒരു ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ പല കേസ് മാത്സ് ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുണ്ട്. അതായത് സംഭവത്തിലുള്ളൂ, നിങ്ങൾ ഒരു ഇക്വേഷൻ എഴുതാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എഴുതാണ്. അങ്ങനെ എഴുതണമെങ്കിൽ നിർബന്ധമായിട്ടും എന്തായിരിക്കണം? ആദ്യത്തെ ആൾ ആ എക്സും 0 ആയിരിക്കണം, വൈയും 0 ആയിരിക്കണം. അങ്ങനെ അല്ലാതെ പറ്റുമോ? വേറെ ഏതെങ്കിലും നമ്പർ വന്നാൽ ഈ ഈക്വൽ ടു 0 കിട്ടില്ല. അപ്പം നിങ്ങൾ 1 എടുത്ത് നോക്കി, 1 വന്നാൽ അപ്പുറത്ത് എങ്ങനെയെങ്കിലും 0 വരുമോ? ഇല്ല, വരൂല, എങ്ങനെയും വരില്ല. അപ്പം ഏത് 2 നമ്പേഴ്സോ 3 നമ്പേഴ്സോ 4, ഇപ്പോൾ എക്സ് എ സ്ക്വയർ പ്ലസ് ഒരു ബി മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇങ്ങനെയൊക്കെ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റത്തെ ഈ എ 0 ആയിരിക്കണം, ഈ ബി മൈനസ് സി 0 ആയിരിക്കണം, സിയും എന്തായിരിക്കണം? 0 ആയിരിക്കണം. 3 ആൾക്കാർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം അങ്ങനെ നോക്കുന്ന മതി. നമുക്ക് ഒരു കാര്യം അറിയാം. എന്താ അറിയാം? എനിക്കൊന്നും അറിയില്ല. നോക്കാം അല്ലേ. എ പ്ലസ് ബി മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് ബി പ്ലസ് 2c പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് സി പ്ലസ് 3a മൈനസ് 10 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പം മക്കളെ ചെറിയൊരു കാര്യം പറയാം. നമ്മൾ അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഭാഗത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? നന്നായിട്ട് പഠിക്കുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇനിയുള്ളൊരു 2 മാസം, അതായത് എക്സാംസിന് ഇനിയിപ്പോൾ സെപ്റ്റംബറിലാണ് എക്സാം. അപ്പോൾ ഇനിയുള്ളൊരു 2 മാസം എന്ത് ചെയ്യാം? നല്ല സീരിയസ് ആയിട്ട് തന്നെ പഠിക്കാം. ഒരു ഇടക്കിടക്ക് പിന്നെ ഒരു റിമൈൻഡർ ആയിട്ട് പറയാണ്. അതായത് നമുക്കിപ്പോൾ ഇനി വല്ലാണ്ട് സമയമില്ലല്ലോ. ഇപ്പോൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഇനിയുള്ള ടൈം വേറെ ഒന്ന്, അതായത് നിങ്ങൾ ഏത് ക്ലാസ്സിലായിക്കോട്ടെ, 10th-ലാണെങ്കിലും 9th-ലാണെങ്കിലും ഇപ്പോൾ പല കുട്ടികളും എക്സ്ക്യൂസസ് പറയാറുണ്ട് ടൈമില്ല എന്നൊക്കെ. നിങ്ങളെപ്പോലത്തെ കുട്ടികൾ തന്നെ പിന്നെ ഓരോ വർഷവും നല്ല മാർക്കും സ്കോറും ഒക്കെ വാങ്ങാറുണ്ട്. 10th-ലാണെങ്കിലും 11th-ലാണെങ്കിലും 9th-ലാണെങ്കിലും ഒക്കെ സ്റ്റുഡൻസ് നല്ല സ്കോർ വാങ്ങുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ IUQM എക്സാംസ് എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു എക്സാമാണ്. ഓക്കെ, ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈസി എന്ന് പറഞ്ഞാൽ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, പിന്നെയുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ഒരു മീഡിയം ടഫ്നെസ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊന്നും നമ്മളെ കയ്യിൽ ഒതുങ്ങാതെ നിൽക്കരുത്. അപ്പോൾ അതിന് എന്ത് വേണം? ഞാൻ പറഞ്ഞ പോലെ പഠിച്ച് തുടങ്ങണം. ഒരുപാട് റിസോഴ്സസും കാര്യങ്ങളും നിങ്ങളെ ചുറ്റുമുണ്ട്, ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യുക. അപ്പോൾ പഠിക്കാം. ഓക്കെ, ഷാറല്ലേ? നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 3 ആൾക്കാരുടെ സ്ക്വയർ എടുത്തിട്ട് 0 കിട്ടണമെങ്കിൽ ഇയാൾ 0 ആയിരിക്കണം, ഇയാൾ 0 ആയിരിക്കണം, ഇയാളും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുന്ന വിധി ഒരു കാര്യക്ക് മനസ്സിലായി. എ പ്ലസ് ബി മൈനസ് 5 ഈക്വൽ ടു 0 ആണ്. അതേപോലെ ബി പ്ലസ് 2c പ്ലസ് 3 ഈക്വൽ ടു 0 ആണ്. സി പ്ലസ് 3a മൈനസ് 10 ഈക്വൽ ടു 0 ആണ്. പക്ഷേ 3 ഇക്വേഷൻ കിട്ടി. ഈ 3 ഇക്വേഷനിൽ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ആലോചിച്ചത്. ലൈക്ക് ഇപ്പോൾ 2 ഇക്വേഷൻസും 2 അൺനോൺസും ആണെങ്കിൽ, അറിയാത്ത ആൾക്കാർ 2 ആൾക്കാരും 2 ഇക്വേഷൻസും ആണെങ്കിൽ ഞാൻ ഈസി ആയിട്ട് സോൾവ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സ് പ്ലസ് 2y ഈക്വൽ ടു 3, ഒരു 2x പ്ലസ് ഒരു 3y ഈസ് ഈക്വൽ ടു 6 4 എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷൻ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. 2 ഇക്വേഷൻസ് 2 അൺനോൺ. അപ്പം ഞാൻ അതാണ് ആഗ്രഹിച്ചിരുന്നത്, 2 ഇക്വേഷൻസ് 2 അൺനോൺസ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അല്ലേ? ഇവിടെ എയും ബിയും ഉണ്ട്, ഇവിടെ ബിയും സിയും ഉണ്ട്. -5 ഒന്നും പ്രശ്നക്കാരനാണോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അതിനപ്പുറത്തേക്ക് എടുത്താൽ മതി അല്ലേ? എയും ബിയും ഉണ്ട്, ബിയും സിയും ഉണ്ട്, ഇവിടെ ആണെങ്കിൽ സിയും എയും. ഇങ്ങനെ ഒക്കെ പാടെ ഒരു സുഖമില്ലാതെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഏതെങ്കിലും ഒരാളെ നിങ്ങളൊന്ന് എലിമിനേറ്റ് ചെയ്താൽ പരിപാടി സുഖമായി. ഞാൻ എന്താ ആലോചിക്കുന്നത് അറിയോ? ഇവിടെ എ പ്ലസ് ബി
എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി മൈനസ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ഞാൻ ആലോചിച്ചത് എങ്ങനെയാണ്? അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി മൈനസ് 5 ഈക്വൽ 0 അല്ലേ? അപ്പൊ -5 അപ്പുറത്തേക്കോട്ടെ, 5 ആയി. ഈ ബി എന്നുള്ള അപ്പുറത്തേക്കോട്ടെ, എന്തായി? -b ആയി. ആർക്കും ബുദ്ധിമുട്ടില്ല. -5 അപ്പുറത്തേക്ക് പോയി, ഇയാളും അപ്പുറത്തേക്ക് പോയി. അപ്പൊ അങ്ങനെ നോക്കുന്നത് ഞാൻ ആലോചിച്ചതാണ്, ഈ എ ഈക്വൽ ടു 5 - b എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഈ എനെ കൊണ്ടുപോയിട്ട് ഈ ഇതിലിട്ട് കൊടുത്തു നേരിക്കാം, അതിലിട്ട് കൊടുത്തു നേരിക്കാം. അങ്ങനെ ഇട്ട് കൊടുത്താൽ എന്താ ഗുണം? ഇവിടെ ഈ 2 ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഈ 2 ഇക്വേഷൻസും 2 അൺനോൺസും ആയിട്ട് മാറും. എന്ത് ചെയ്തു? ഈ എനെ ഞാൻ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. അതാണ് സംഭവം. ഞാൻ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. അപ്പൊ ആ 2 ഇക്വേഷൻ സോൾവ് ചെയ്താൽ ബിയും സിയും കിട്ടൂലേ? ബിയും സിയും കിട്ടിയാൽ പിന്നെ എ കിട്ടൂലേ? മക്കളെ മനസ്സിലായില്ലേ? വീഡിയോ പോസ് ചെയ്യാം, ചെയ്യരുത്, ഒറ്റയ്ക്ക് ചെയ്യാം. ഓക്കെ, കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കിട്ടിയാൽ ഗുഡ്, കിട്ടിയില്ലെങ്കിലും ഗുഡ്, ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അപ്പം ഈ 2 ഇക്വേഷൻസിലേ ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ആട്ടോ നോക്കുന്നത്. ഈ രണ്ടാമത്തെ ഇക്വേഷൻസ് എന്ന് പറയുന്ന സമയത്ത് എന്താ വരിക? ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ബി പ്ലസ് 2c എന്ന് പറഞ്ഞാൽ എന്താണ്? -3 ആണ്. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. പിന്നെ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ അപ്പുറത്തേക്ക് കൊടുക്കാം. c പ്ലസ് 3a - 10 ഈക്വൽ ടു 0 അല്ലേ? ഇതായിരുന്നു ഇക്വേഷൻ. ഞാൻ പറഞ്ഞത് എന്താണ്? എക്ക് പകരം എന്ത് കൊടുക്കുക? ഈ 5 - b കൊടുക്കാനുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ c പ്ലസ് 3 ഇൻറ്റു 5 - b - 10 ഈക്വൽ ടു 0. അപ്പം എന്ത് വരും? c പ്ലസ് 15 - 3b - 10 ഈസ് ഈക്വൽ ടു 0. 15ഉം -10ഉം ചെയ്താൽ എത്ര വരിക? 5 അല്ലേ? 5. അപ്പോൾ ഇത് അപ്പുറത്തേക്കോട്ടെ, -5 ആയി പറ്റും. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ആർക്ക് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ആ സാധനം കിട്ടും. അപ്പം അങ്ങനെ നോക്കുന്ന മതി. ഇവിടെ കിട്ടിയ ഇക്വേഷൻ എന്താണ്? b പ്ലസ് 2c ഈക്വൽ ടു -3. എന്താണ് ഇവിടെ കിട്ടിയ ഇക്വേഷന്? b പ്ലസ് 2c ഈസ് ഈക്വൽ ടു -3. പിന്നെ നമ്മൾ എനെ എലിമിനേറ്റ് ചെയ്തപ്പോൾ ഇവിടെ കിട്ടിയ ഇക്വേഷൻ ഏതാണ്? c - 3b ആണ്. ഞാൻ ആ -3bനെ തൽക്കാലം ഇങ്ങോട്ട് കൊടുക്കുകയാണ്. -3b പ്ലസ് ഒന്നുമില്ലടാ, തിരിച്ച് എഴുതി കൂടെ? ഇതിങ്ങോട്ടും അതിങ്ങോട്ടും ആയിട്ട് എഴുതി കൂടെ? അപ്പം -3b പ്ലസ് c എന്ന് വേണമെങ്കിൽ എഴുതി കൂടെ? എന്തിനാ ഞാൻ അങ്ങനെ എഴുതിയാൽ? അതൊരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്, കണ്ടോ? ഈ ബീൻ്റെ അടിയിൽ തന്നെ വരാൻ വേണ്ടിയിട്ട്. -3b പ്ലസ് c ഈക്വൽ എന്ത് വരും? -5 വരും. എന്ത് ബുദ്ധിമുട്ട്? ഇത് രണ്ടും സോൾവ് ചെയ്യാൻ ആർക്കും പറ്റും. എന്ത് ചെയ്താൽ മതി? ഈ കോഎഫിഷ്യന്റ് സെയിം ആക്കിയാൽ മതി. ഇവിടെ 2c ബീൻ്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കാം, സീൻ്റെതാക്കാം. ഞാൻ ഇപ്പോൾ സീൻ്റെതാണ് ആക്കുന്നത്. ഇവിടെ സീൻ്റെ കോഎഫിഷ്യന്റ് 2 ആണ്. ഞാൻ സെയിം ആക്കാൻ വേണ്ടി ഇവിടെ 2 ഭാഗത്തും എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, രണ്ട് ഭാഗത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇത് ഇങ്ങോട്ടും ഒക്കെ മൾട്ടിപ്ലൈ ആയി വരും. അപ്പോൾ എന്തായിട്ട് വരും? -6b പ്ലസ് 2c പിന്നെ ഈക്വൽ ടു -10. ആദ്യം ഉണ്ടായിരുന്ന ഇക്വേഷൻ ഏതായിരുന്നു? ആദ്യം ഉണ്ടായിരുന്ന ഇക്വേഷൻ b പ്ലസ് 2c ഈസ് ഈക്വൽ ടു -3 ആയിരുന്നു. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ പോരെ? കോഎഫിഷ്യൻ സെയിം ആക്കി പിന്നെ സബ്ട്രാക്ട് ചെയ്യാം. ഈ -6b - b എന്താണ്? -7b. 2c - 2c എന്താണ്? 0. പിന്നെ -10 -3 ആണ്. ശ്രദ്ധിക്കണം, -10 -3 എന്ന് പറയുമ്പോൾ -10 + 3 ആണ്. -10 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -7 ആണ്. ഓക്കെ, ഈ സിമ്പിൾ അല്ലേ? 2 ഭാഗത്തും -7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്ത് വരും? b = 1 കിട്ടും. b 1 കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും ബുദ്ധിമുട്ടില്ല. a എന്ന് പറഞ്ഞാൽ എന്താണ്? 5 - b ആണ്. അപ്പോൾ a എന്ന് പറഞ്ഞാൽ 5 - b ആണെങ്കിൽ 5 - 1 ആണ്. 5 - 1 ആണ്. അപ്പോൾ a എന്ന് പറഞ്ഞാൽ എന്താണ്? 5 - 1 എത്രയാണ്? 4. അപ്പോൾ എന്റെ വാല്യൂ കിട്ടി, ബീൻ്റെ വാല്യൂ കിട്ടി. ഇനി സീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. സിയുടെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ എടുക്കാം. ആ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ b പ്ലസ് 2c = 3 ആണ്. b പ്ലസ് 2c = 3 ആണ്. b എത്രയാണ്? 1 അല്ലടാ, 1 പ്ലസ് 2c = 3. 2c = 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് വരും? 3 - 1 2, അല്ലെങ്കിൽ c = എന്ത് വരും? തെറ്റി. എന്താ തെറ്റെന്താ? ഞാൻ തെറ്റി. നിങ്ങളെ പഠിപ്പിച്ചതിൻ്റെ കിളിയൊക്കെ പോയാണ്. പഠിപ്പിച്ചേ കിളിയൊക്കെ പോയാണ്. അപ്പോൾ അവിടെ 3 അല്ലേ? -3 അല്ലേ? ഞാൻ എന്ത് ചെയ്ത്? 3 എഴുതി. അപ്പോൾ -3. ഇവിടെ എന്താ വരിക? -3. അപ്പോൾ അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ വരിക? ഈ 1 ഉള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ആയിട്ട് വരും. അപ്പോൾ -3 - 1 എന്ന് പറയുമ്പോൾ -4. അപ്പോൾ c = -2 എന്ന് വരും. അപ്പോൾ 3 എയും ബിയും സിയും കിട്ടി. നമ്മൾ ചോദിച്ചത് എന്താണ്? a³ + b³ + c³. a³ + b³ + c³. a എന്താണ്? 4. അപ്പോൾ 4³
പ്ലസ് ബി എന്താ 1 ക്യൂബ്. സി ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ് -20 ക്യൂബ്. 64 1 -2 ക്യൂബ് എന്ന് പറഞ്ഞാൽ -20 -2 അല്ലേ? സിമ്പിൾ. കോയി ബാത്ത് നഹി അല്ലേ? അപ്പോൾ എന്താ വരിക 64 65 -8 എന്ന് പറയുമ്പോൾ എത്ര വരിക 57 അല്ലേ? റെഡി. അപ്പോൾ ആൻസർ എന്താണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ആയിരുന്നു. സോ ആൻസർ 57 ആണ്. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എന്ത് ബുദ്ധിമുട്ട്? അപ്പോൾ ഈ എക്സാം നമ്മളെ കയ്യിൽ ഒതുങ്ങണം മക്കളെ. അങ്ങനെ വീണ്ടും ഓർമ്മിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ക്വസ്റ്റ്യൻസ്. ആ ഫോർമുലയും കാര്യങ്ങളൊക്കെ കുറച്ച് അറിയുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് പല ക്വസ്റ്റ്യൻസും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്തായാലും എക്സാമിന് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. പല കുട്ടികളും എന്താണ് അവരുടെ ഒരു ടാലൻറ്റ് നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയം നമ്മൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവരുത്. ഓക്കെ, ഫൈൻ. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x² + ax + b ഈ ഫോർ ഓൾ നോൺ സീറോ. അതായത് നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ എഫ് ഓഫ് എക്സ് പ്ലസ് 1/x എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ആ സാധനം തന്നിട്ടുണ്ട്. ആൻഡ് റൂട്ട്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ എന്താണ് വാല്യൂസ് ഓഫ് a² + b²? a² + b² കണ്ടിരിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? എന്റെ വാല്യൂ വേണം. പിന്നെ അതേപോലെ എന്ത് വേണം? ബിന്റെ വാല്യൂ വേണം. അങ്ങനെ ഞാൻ നോക്കുന്ന വിധി ഞാൻ ഈ ക്വസ്റ്റ്യനിലേക്ക് നന്നായിട്ട് നോക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ഇപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിലും മുന്നത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒക്കെ കണക്ട് ചെയ്യുന്ന ഫോർമുല എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാവും ഇതിൽ. അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഞാൻ പഠിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇതിൽ കാണുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല. അതായത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x² + ax + b. പിന്നെ ഈ സാധനം തന്നിട്ടുണ്ട് ഇതൊക്കെ എന്തിനാ തന്നതെന്ന് പോലും എനിക്കറിയില്ല. എഫ് ഓഫ് എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1/x. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്രേ ഉള്ളൂ. നമ്മൾ പഠിച്ചതായിട്ടുള്ളൊരു ഫോർമുലയും ബന്ധം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കായിട്ട് ഉണ്ടാക്കിയെടുത്തൂടെ? നമ്മളുടെ എഫ് ഓഫ് എക്സ് ഉപയോഗിച്ചിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അറിയാവുന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് എന്താണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. വേറെ ഒന്നും മുന്നോട്ട് ചെയ്യാനില്ല. മുൻപത്തെ ക്വസ്റ്റ്യനിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവർ തന്നിട്ടുള്ള ഇക്വേഷനിലേക്ക് ഈ സാധനം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അതായത് ആദ്യം നമുക്ക് വേണ്ട എന്താണ്? എഫ് ഓഫ് എക്സ്. അത് നമുക്കറിയാം എഫ് ഓഫ് എക്സ്. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് 1/x എന്താണെന്ന് അറിയണം. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ax² + bx അല്ലേ? സോറി, തെറ്റിപ്പോയി. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x² + ax + b ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് × 1 + x എന്താണ്? ഒരു ബുദ്ധിമുട്ടില്ല. എടാ എക്സ് ആകുമ്പോൾ എക്സ്, ഇവിടെയും എക്സ്. അപ്പൊ x + 1/x ആകുമ്പോഴോ ഈസി പറഞ്ഞേ. അതായത് എഫ് ഓഫ് എക്സ് ആകുമ്പോൾ അവിടെ ഉള്ളിടത്തൊക്കെ എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് + 1/x ആകുമ്പോഴോ ഈ എക്സിലോടത്തൊക്കെ x + 1/x കൊടുക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? a × x + 1/x + b. എടാ ഒന്നുമില്ലടാ. എക്സ് ആകുമ്പോൾ എക്സ് തന്നെ. x + 1/x ആകുമ്പോൾ ആ ഇക്വേഷന് പകരം കൊടുക്കുക, ഈ ഇക്വേഷൻ കൊടുക്കുക. ഓക്കെ, എക്സ് ആകുമ്പോൾ എക്സ് കൊടുത്തു. x + 1/x ആകുമ്പോൾ ഈ എക്സിന്റെ പകരം നമ്മൾ എന്ത് കൊടുക്കും? x + 1/x. ഇവിടെ ആണെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാം. എടാ നിൽക്ക് ഇതൊന്ന് വേണമെങ്കിൽ അവിടെ നിൽക്കട്ടെ. ഇനി അതേപോലെ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് നോക്കുന്ന വെച്ചാൽ ഇത് കിട്ടി. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ എഫ് ഓഫ് 1/x എന്തായിരിക്കും? എടാ ശ്രദ്ധിക്ക്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. എടാ എക്സ് ആകുമ്പോൾ ഇത് കൊടുത്തു. എഫ് ഓഫ് 1/x ആകുമ്പോഴോ ഈ എക്സിന്റെ പകരം എന്ത് കൊടുത്താൽ മതി? പറഞ്ഞേ, 1/x. അതന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എക്സ് ആവുന്ന സമയത്ത് എക്സ്, 1/x ആകുമ്പോൾ എന്ത് കൊടുത്താൽ മതി? 1/x കൊടുത്താൽ മതി. അപ്പൊ x² എന്ന് പറയുമ്പോൾ എന്താണ്? 1/x ² പ്ലസ് a. എക്സ് ആകുമ്പോൾ എക്സ്, 1/x ആകുമ്പോൾ 1/x പ്ലസ് b. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? ബുദ്ധിമുട്ടില്ല. അങ്ങനെ നോക്കുന്ന മതി. നമുക്ക് ഇത്രയും കാര്യങ്ങളാണല്ലോ ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഞാൻ അടുത്ത പേരിലേക്ക് ചെയ്താൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1/x ആണ്. ഈ സാധനം എന്താണ്? ഈ സാധനം ആ സാധനമല്ലേ ഈ സാധനം? അതേ സാധനം തന്നെയാണ് ഈ സാധനം. എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ. മക്കളെ പറഞ്ഞേ, മക്കളെ വീഡിയോ പോസ് ചെയ്യാന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ബിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം.
ഓക്കെ, കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എ ഇൻറ്റു എക്സ് പ്ലസ് 1/x പ്ലസ് ബി ഇതാണല്ലോ. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി. ഇനി എഫ് ഓഫ് 1/x എന്താണ്? 1/x² പ്ലസ് a/x പ്ലസ് ബി. ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ജസ്റ്റ് ഈ അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അപ്പുറത്തേക്ക് എഴുതിയെന്നുള്ളൂ. അതായത് ഇതാണ് ഇക്വേഷൻ, ഇയാളെന്താണെന്ന് അറിയാം, ഇയാളെന്താണെന്ന് അറിയാം, എന്താ അപ്പുറത്തെ സ്ലൈഡിലുണ്ടല്ലോ, ഇവിടെ കൊടുത്തു, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² പ്ലസ് b² പ്ലസ് 2ab ആണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന മതി. എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ എന്താ സാധനം? x² പ്ലസ് 1/x² പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/x ആണ്. പ്ലസ് ബ്രാക്കറ്റ് തുറന്നേ. എടാ ഒന്നുമില്ലടാ, ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആക്കി, അതായത് a² പ്ലസ് b² പ്ലസ് 2ab. ഇനി ഈ സാധനം പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടും പോകും. അപ്പം എന്തായിട്ട് വരിക? ax പ്ലസ് a/x പ്ലസ് ബി ആണ് ഈസ് ഈക്വൽ ടു x² പ്ലസ് ax പ്ലസ് b പ്ലസ് ഇതൊക്കെ എഴുതി ഉണ്ടാക്കണം അല്ലേ? 1/x² പ്ലസ് a/x പ്ലസ് ബി ആണ്. ഇനി ഫുള്ള് യുദ്ധമാണ്. അതായത് വെട്ടാൻ പോവാണ്. ഞാൻ എല്ലാവരും വെട്ടാൻ പോവാം, കണ്ണ് കടന്നവരൊക്കെ വെട്ടാൻ പോവാം. ഈക്വൽ ഒന്നുമില്ലടാ, രണ്ട് സ്ഥലത്തും രണ്ട് LHSലും RHSലും ഒരേ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കട്ട് പിന്നെ കട്ട് വെറുതെ കട്ട് ചെയ്യരുത് കേട്ടോ. പിന്നെ ഇവിടെ a/x, ഇവിടെ a/x, കട്ട്. ഇനി വേറെ ആരെയും കട്ട് ചെയ്യാണ്ടോ? കട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. കട്ട്. പിന്നെ ഇവിടെ എക്സ്, കട്ട്. അപ്പോൾ ഇവിടെ ബാക്കി ആരുണ്ട്? 2 ഉണ്ട്. ഇവിടെ കട്ട് ചെയ്ത് എല്ലാവരും പോയി. പിന്നെ കട്ട് ചെയ്യാത്ത ആര് മാത്രമുണ്ട്? ബി ഉണ്ട്. അപ്പോൾ 2 ഈക്വൽ ടു ബി ആണ്, അല്ലെങ്കിൽ ബി ഈസ് ഈക്വൽ ടു എന്താണ്? 2 ആണ്. അപ്പോൾ ബീൻ്റെ വാല്യൂ കിട്ടി. ഇക്വേഷൻ എന്താണ്? എക്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്ന ഇക്വേഷൻ എന്തായിട്ട് മാറും? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? x² പ്ലസ് ax പ്ലസ് 2. ഇത്രയും കാര്യം ബി കിട്ടി. ഇനിയിപ്പോൾ എങ്ങനെ സാറാ എയിലേക്ക് കണ്ടുപിടിക്കുക? അതിനൊരു ക്ലൂ കൂടി അവർ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? അതായത് റൂട്ട്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. എഫ് ഓഫ് എക്സിന്റെ റൂട്ട്സ് എന്ന് പറയുകയാണെങ്കിൽ ഇൻറ്റീജേഴ്സ് ആണ്. അപ്പം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റൂല. ശരിയല്ലേ? x² പ്ലസ് ഒരു 3x പ്ലസ് 2 ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ x² മൈനസ് 3x പ്ലസ് 2 ഒക്കെ ആണെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇവിടെയുള്ള ഈ ആൻ്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ റൂട്ട്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ റൂട്ട് ഇപ്പം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആലോചിക്കുന്നതാണ്, ഈ ഇക്വേഷനും റൂട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ പഠിച്ചിട്ടുണ്ട് ആക്ച്വലി. എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ സം ഓഫ് റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സും, അങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ലേ? ഇതിന്റെ സം ഓഫ് റൂട്ട്സ് എന്താ വരിക? അതായത് മക്കൾ എത്ര ഉള്ളൂ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ax² പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിലേ ഇതിന്റെ സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ റൂട്ട്സിന്റെ സമ്മ് എന്തായിരിക്കും വരിക? അത് റൂട്ട്സും ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് വേണ്ടതും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായി, ഈ റൂട്ട്സിനെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സം ഓഫ് റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സും. ax² പ്ലസ് bx പ്ലസ് c എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ അതിന്റെ സം ഓഫ് റൂട്ട്സ് എന്തായിരിക്കും? മൈനസ് b/a ആയിരിക്കും. ഇതൊക്കെ അറിയുന്ന കാര്യമാണ്. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്തായിരിക്കും? c/a ആയിരിക്കും. ഒരു ബുദ്ധിമുട്ടില്ല. സം ഓഫ് റൂട്ട്സ് മൈനസ് b/a ആണ്. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്താണ്? c/a ആണ്. മക്കളെ പറഞ്ഞേ. അങ്ങനെയാണെങ്കിലേ അതായത് സംഭവം ഇത്ര ആലോചിക്കേണ്ടുള്ളൂ. മൈനസ് b/a ആകുമ്പോൾ ഇവിടെ എക്സിന്റെ കൂടെയുള്ള ആളാണല്ലോ ബി, അതിനെ നെഗറ്റീവ് എടുക്കുക, മുകളിൽ കൊടുക്കുക. പിന്നെ x² കൂടെയുള്ള ആളാണ് എ, അത് കൂടെ കൊടുക്കുക. c/a അറിയുമ്പോൾ കോൺസ്റ്റന്റ് ആണ് c, എ എന്ന് പറഞ്ഞാൽ x² കൂടെയുള്ള ആളാണ്. അത് ആ രീതിയിൽ മറക്കരുത് കേട്ടോ, മറക്കരുത്. അപ്പോൾ ഈ കേസിൽ നമ്മളിപ്പോൾ റൂട്ട്സ് ആണല്ലോ നമുക്ക് അറിയണ്ടേ. ഞാൻ ആ റൂട്ട്സ് തൽക്കാലം സം ഓഫ് റൂട്ട്സ് ആണ്. ആ റൂട്ട്സ് ഏതൊക്കെയാണെന്ന് വിചാരിക്കുകയാണ്? ഈ ആൽഫയും ബീറ്റയും ആണെന്ന് വിചാരിക്കുക റൂട്ട്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സം ഓഫ് റൂട്ട്സ് അല്ലെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്തായിരിക്കും വരിക? മൈനസ് b/a ആണ്. ഇവിടെ ബീൻ്റെ സ്ഥലത്ത് എക്സിന്റെ കൂടെ നിൽക്കുന്ന ആളാരാണ്? എ. അപ്പം മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താ വരിക? മൈനസ് എ ഡിവൈഡ് ബൈ എ. എ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഫോർമുല മറക്കരുത്. എന്താണ് സം ഓഫ് റൂട്ട്സ്? എന്താണ്? മൈനസ് b/a. എക്സിന്റെ കൂടെ നിൽക്കുന്ന ആളാണ് ബി, x² കൂടെ നിൽക്കുന്ന ആളാണ് എ, സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫോർമുല മൈനസ് b/a ആണ്, മൈനസ് b/a ആണ്. പക്ഷെ ഇവിടെ ബീൻ്റെ സ്ഥലത്ത് ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ആ ബിയും കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വീണ്ടും എഴുതാത്തത്. ഇവിടെ എക്സിന്റെ കൂടെ നിൽക്കുന്ന ആളാണ് എ, അപ്പോൾ അതിന്റെ നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ മൈനസ് എ ഡിവൈഡ് ബൈ x² കൂടെ ആരാണ് നിൽക്കുന്നത്? 1, അപ്പോൾ മൈനസ് 1 അല്ലെ 1 അല്ലെങ്കിൽ മൈനസ് എ എന്ന് വരും. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് എ. ഇനി
പ്രൊഡക്റ്റ് ഓഫ് ഫ്രൂട്ട്സ് എന്താണ്? പ്രൊഡക്റ്റ് സം ഓഫ് ഫ്രൂട്ട്സ് മൈനസ് ബി ബൈ എ. സം ഓഫ് ഫ്രൂട്ട്സ് മൈനസ് ബി ബൈ എ. പ്രൊഡക്റ്റ് ഓഫ് ഫ്രൂട്ട്സ് എന്താണ്? സി ബൈ എ അല്ലേ? അപ്പോൾ ആൽഫ ബീറ്റ പ്രൊഡക്റ്റ് ഓഫ് ഫ്രൂട്ട്സ് അപ്പോൾ എന്തായിരിക്കും വരിക? സി ബൈ എ എന്ന് പറയുമ്പോൾ ഈ സാധനം ഡിവൈഡ് ബൈ ഈ സാധനം. ഇവിടെ ഒന്നും ഇല്ലാന്ന് ഇരിക്കുന്നത് 1 ഉണ്ടാവും. അപ്പോൾ എന്താ വരിക? 2/1 അല്ലെങ്കിൽ 2 എന്നാ വരിക. അങ്ങനെ നോക്കുന്ന മതി. എനിക്ക് വേണ്ടത് എന്താണ്? ഈ റൂട്ട്സ് ആണ് വേണ്ടത്. അതായത് ഇതിൻ്റെ സൊല്യൂഷൻസ്. അതായത് വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് ബി കിട്ടിക്കഴിഞ്ഞ് ഇനി എ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഈ റൂട്ട് കിട്ടിയാൽ പരിപാടി തീർന്നു അല്ലേ? ഈ ആൽഫയും ബീറ്റയും കിട്ടുകയാണെങ്കിൽ നമുക്ക് എയിലേക്ക് എത്താൻ വളരെ ഈസിയാണ്. എയിലേക്ക് എത്താൻ വളരെ ഈസിയാണ്. കാരണം ഈ ഇക്വേഷനിലൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആൽഫ ബീറ്റ 2 ആവണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റിന് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ആൽഫയും ബീറ്റയും എന്താവണം? അതായത് റൂട്ട്സ് എന്തായിരിക്കണം? ഇൻറ്റീജേഴ്സ് ആണെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇല്ലേ? എന്താ പറയുക? ഇൻറ്റീജേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൂട്ട്സ് ഓഫ് ദി എഫ് ഓഫ് എക്സ് ആർ ഇൻറ്റീജേഴ്സ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ നോക്കി. അതിൽ നോക്കിയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം എന്താ പറയുക? ആൽഫയും അറിയില്ല, ബീറ്റയും അറിയില്ല, മൈനസ് എയും അറിയില്ല. മൂന്നും അറിയാത്ത ആൾക്കാർ. പക്ഷെ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ട് അവിടെ. ആൽഫ ബീറ്റ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് 2. അതായത് റൂട്ട്സ് ഇൻറ്റീജേഴ്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. ആ ഇൻറ്റീജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തും കൂടി കിട്ടുന്നുണ്ട്? 2 ആണെന്നും കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇൻറ്റീജേഴ്സ് ഏത് വന്നാലേ നടക്കുള്ളൂ? 1,2 എന്ന് നടക്കും. കാരണം എന്താണ്? 1 × 2 2. അല്ലെങ്കിലോ -1, -2 അങ്ങനെ വന്നാലും നടക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതാണ് സംഭവം. അതായത് -1 × 2 -1 × -2 ചെയ്താലും 2 കിട്ടും. 1 × 2 ചെയ്താലും എന്ത് കിട്ടും? 2 കിട്ടും. അപ്പോൾ ആൽഫന്റെ വാല്യൂ ഒന്നുകിൽ ഇത് ആവാം, അല്ലെങ്കിൽ ഇത് എന്നാവാം. അപ്പോൾ നമ്മൾ രണ്ട് കേസും നോക്കുക. ആൽഫ പ്ലസ് ബീറ്റ. ഒന്നുകിൽ ആൽഫ ഈക്വൽ ടു 1, ബീറ്റ ഈക്വൽ ടു 1 വരാം. അല്ലെങ്കിൽ എന്ത് വരാം? ആൽഫ ഈക്വൽ ടു 1ഉം ബീറ്റ ഈക്വൽ ടു 2 വരാം. അല്ലെങ്കിൽ എന്ത് വരാം? ആൽഫ ഈക്വൽ ടു -1, ബീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരാം? -1. ഇങ്ങനെ -2 എന്ന് വരാം. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള സംഭവം. ഒന്നുകിൽ ഇതാവാം ആൽഫ ബീറ്റ, അല്ലെങ്കിൽ ഇതാവാം എന്ത്? ആൽഫ ബീറ്റ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എന്തെന്നും കൂടി അറിയാം. -a എന്നുള്ളൊരു കാര്യം അറിയില്ലേ? ഞാൻ ഈ കേസ് 1 നോക്കുന്നത്. ഈ കേസ് 1ൽ 1 + 2 എന്താ വരിക? -a. അല്ലെങ്കിൽ 3 = -a. അല്ലെങ്കിൽ a = എന്താണ്? -3. ഇനി ഇവിടുത്തെ കേസിലാണെങ്കിലോ, ഇവിടെയും ആൽഫ പ്ലസ് ബീറ്റ -a എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താ വരിക? ആൽഫ പ്ലസ് ബീറ്റ -a ആണ്. അല്ലെങ്കിൽ -1 - 2 = -a, -3 = -a, അല്ലെങ്കിൽ എന്താ വരിക? a = 3. ശരിയല്ലേ? മൈനസും കൂടെ ക്യാൻസൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മുടെ ബേസിക്കലി എന്താ ചോദിച്ചിട്ടുള്ളത്? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എൻ്റെ വാല്യൂ കിട്ടി, ബീൻ്റെ വാല്യൂ കിട്ടി. a എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ എന്താണ്? +or -3 ആണ്. 3 ആവാം, -3 ആവാം. പക്ഷേ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, -3ൻ്റെ സ്ക്വയർ ആണെങ്കിലും +3ൻ്റെ സ്ക്വയർ ആണെങ്കിലും സ്ക്വയർ എടുത്താൽ എന്താ വരിക? 3ൻ്റെ സ്ക്വയർ 9 ആ വരിക. അപ്പോൾ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 9. ഇനി ബീൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ബി എത്രയാണ്? ബി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 2 ആണെന്ന് കണ്ടുപിടിച്ചു. 9 + 2 11. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 9 + 2 11 അല്ലേ? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ചോദിച്ചേ. അതെ, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ചോദിച്ചത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. നമ്മൾ അടുത്ത പാർട്ടിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. ഇനി ക്ലാസ്സസ് കുറച്ചും കൂടി റീസെൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഇനി എക്സാമിനോട് അടുക്കുന്നതോടുകൂടി കുറച്ചും കൂടി എന്ത് ചെയ്യുക? സീരിയസ് ആയിട്ട് പഠിക്കുക. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഒക്കെ പറയാം. അപ്പോൾ ഓക്കെ മക്കളെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.